അപ്പൊ നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇച്ചല്ലേ കൊറേ ഇതിട്ട് തിരിച്ചിന് ഇപ്പോൾ തിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല. ആ എന്നാ ചീർപ്പൊണ്ടിട്ട് തിരിച്ചാ പോരെ. എന്റെ ഷൂ അവിടെ. അപ്പൊ നമ്മള് കല്യാണത്തിന് പോവാണ്. ഇപ്പഴാ ഇറങ്ങണം. 12:30 ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ വണ്ടി തിരിക്കാണ്. അറിയില്ലെങ്കിലും മാറിക്ക് അറിയില്ലെങ്കിൽ മാറിക്ക്. ഞാൻ അടുത്തോളല്ലപ്പാ. ആർത്തിലേക്ക് അവിടെ സ്ഥലമില്ല. എന്താ ട്രെയിലറാ ഓടിക്കുന്നത്? ട്രെയിലർ എന്ന് പറഞ്ഞ എന്താ? എന്താ കേട്ടിക്കില്ല. ചളി സൈലന്റ് ചളി. ഓടിക്കാൻ അറിയില്ല. ഇങ്ങോട്ട് ഇറങ്ങി മനസ്സിലായാ? ഞാന് അമ്മച്ചീന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ അടുത്തൂടെ ഇനി മതി. വണ്ടി എന്ത് പറയാനാ? കല്യാണത്തിന് പോവാ. നമ്മളാരെ കല്യാണത്തിന് പോകാൻ പറ്റിയ? സാലുവിന്റെ ഫ്രണ്ടിന്റെ കല്യാണം. സാലുവിന്റെ ഫ്രണ്ടോ? നമ്മളെ ഫ്രണ്ട്സ്. നല്ല രസമുണ്ട് കേട്ടോ. രണ്ട് വാക്ക്. ഹായ്. നമ്മൾ കൊടുക്കാൻ പോണേ കൊണ്ടോട്ടി അങ്ങോട്ട് തുറക്കൽ ഗാലക്സി ഓഡിറ്റോറിയത്തിലേക്ക്. ഗാലക്സിയാ? ഗാലക്സി കഴിഞ്ഞ 2 വാക്ക് പറഞ്ഞു. എന്താ പറയണ്ടേ? 2 വാക്ക് പറഞ്ഞേ. 2 വാക്കുണ്ടല്ലോ. ഓടിക്കാൻ അറിയാതെ ഓടിക്കുന്നു. ഗ്ലാസ് താത്തു. ആ ഗ്ലാസ് താത്തു. ഇതെന്താ കാണിക്കുന്നത്? അവിടെ ചെന്നുകൊണ്ട് ഇതിന്റെ അടിയിൽ പോയി കേറി. ഈ കുഞ്ഞാവക്ക് ഓടിക്കാൻ ഒട്ടും അറിയില്ല. നോക്കി വണ്ടി കേറി കേറി ഇവിടെ തുറന്നാ വണ്ടി തുറക്കുപോയി. ആര് പിടിച്ചേൽക്കിന്? ഇജ്ജ് തുറന്നാലല്ലേ അതാവുള്ളൂ. അതെന്താ ലോക്ക് ഓർക്കില്ല? എന്താണ് ബായി? എന്താ ഞാൻ ഇവിടെ ലോക്ക് ഓൺ ആക്കുമ്പോ ആരോടെ പിടിക്കല്? പിന്നെ ലോക്ക് ഓൺ ആക്കുമ്പോ ആരും പിടിച്ചിട്ടില്ല. ലോങ് ടൈം കൊറേ കാലങ്ങൾക്ക് ശേഷം വ്ലോഗ് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യാറുണ്ട്. ഇടാറില്ല. ഇത് ഫുള്ള് കച്ചറ. സാലല്ല. ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഏറ്റവും കൂടുതൽ ആണി പോണ ആർക്കാ? അല്ല ഇതില് ആർക്കാണ് വോട്ട് ചെയ്യണേ? ഞാൻ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യ. ആർക്കാ വോട്ട് ചെയ്യും? ഇതാണ് വോട്ടിങ്. ആർക്കാ വോട്ടിങ്? ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ 2 വിളി. പിന്നെ വെറുതെ ഈ കണ്ടപ്പോ ഒരാളെ പറഞ്ഞ മറ്റാളെ വിളി. അങ്ങനെയല്ല എല്ലാം പറയണോ? ഏറ്റവും കൂടുതൽ ഇല്ല ആരാളാണ് പറഞ്ഞാ? സത്യം പോലെ വാവല്ലേ ഏറ്റവും കൂടുതൽ ഇല്ലി? ഒരേ മരിയാ. പക്ഷെ കാക്കി ഇപ്പച്ചാണോ ഇളിയണെങ്കിലോ ഇത് കാരണക്കാര സാലാണ് പ്രശ്നം. ഒരാളാണ്. എന്ത് നമ്മള് ചെയ്യാണെന്ന് ഞാൻ പറയട്ടെ. ഞാനൊരു വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇടയില് ഇമ്മച്ച് വല്ല വരും. ഷായിനപ്പുറത്ത് കൂടെ പോകും. എന്നിട്ട് ബാക്കിൽ പോയി കണ്ട് ഇങ്ങനെ ഇരിക്കുക. ആർക്കുള്ള പ്രശ്നം എന്താ വെച്ചാല് ഇജാണ് വലിയ ചൊറ. ഇജ് ദുനിയാവ് ഇല്ലാത്ത ഓരോ മൊട്ട കണ്ടന്റ് വന്നുകൊണ്ട് ഇവരെ സൊറാക്കാണ്. ഞാനില്ല. നമ്മള് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോ നമ്മള് ഒരു പരിപാടി എന്തെങ്കിലും ഒരു പരിപാടി വീഡിയോ എടുക്കാനെന്ന് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റില് നമ്മൾ നല്ലപോലെ ചെയ്യും. ചെയ്തതിന്റെ ശേഷം എന്ത് ചെയ്യുന്നോ അതില് വാവ ഫസ്റ്റ് ഇളിയിലെ കാരണം എന്താണ്? സാലുവാണ്. ഒരു മിനിറ്റ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു മിനിറ്റ് കച്ചറ ഇടുന്നാണ് വ്ളോഗിലിടേണ്ടി. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്ക.
അല്ല നമ്മള് കാര്യങ്ങള് പറയണം. ഇത് കാര്യങ്ങളല്ല, അത് കച്ചറ വിടാണ്. നമ്മളില്ലേ എല്ലാരും വിചാരിക്കും ഹാപ്പി നമ്മളെ ഫാമിലി. പറ്റി ചോദിച്ചിട്ട് എല്ലാരും ഞാൻ പറഞ്ഞേക്ക്, ഞാൻ പറയാം. എല്ലാരും പറയല്ല ഹാപ്പി ഫാമിലി അത് ഇത് അയ്യ, കച്ചറ ഇത് ഹാപ്പി ഫാമിലി ആണ്. ഇത് കച്ചറ വേണോ അടിപിടി വേണോ ഒക്കെ വേണം, അപ്പോഴാണ് ഹാപ്പി ഫാമിലി ആവുള്ളൂ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, എന്റെ കയ്യിലുണ്ട് വ്ലോഗ് എടുക്കുമ്പോ മുത്തു സാധന എന്ത് ഇനി ഞാൻ പറയാ, ഇത് എണ്ണ അടിച്ചേട്ടെ ഇങ്ങോട്ട് പറയാൻ. ഞാൻ എപ്പോഴാണ് വ്ലോഗ് എടുക്കുമ്പോ ബാക്കിൽ കൂടെ പോയത്? എപ്പോഴാ പോയത്? അന്ന് നമ്മള് ഞാന് എനിക്കെന്താ പെട്രോളോ ഡീസലോ? അത് പെട്രോൾ എത്രക്കാ? പെട്രോൾ അടിക്കാണ് ഒരു 700 രൂപ അടിച്ചു. പെട്രോൾ 200 രൂപ കയ്യില്. അപ്പൊ ഗൂഗിൾ പേ ചെയ്താ പോരെ? എന്റെ അക്കൗണ്ടിലുണ്ട്, നോക്കാം. എനിക്കുണ്ട് ഗൂഗിൾ പേ, പക്ഷെ ഞാൻ തരൂല. അപ്പൊ 200 ഇന്ന് ഉമ്മക്ക് കുറവ് കിട്ടോ? അതല്ല പള്ളിയിലല്ലേ ഇത് സത്യത്തിൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാത്ത കാരണോ? അത് ചില ആൾക്കാർ ചോദിക്കണ്ടല്ലോ, നിങ്ങളെന്താ വ്ലോഗ് സ്റ്റാർട്ട് അങ്ങനെ ചെയ്യാത്ത? എടുക്കാൻ ഒരു ഐഡിയ ഇല്ല, അതാ സത്യം. ഐഡിയ ഇല്ല അങ്ങോട്ടല്ല, ഞാൻ പറഞ്ഞുതരാം. ഇവര് നമ്മളെ ഫാൻസ് ചോദിക്കലുണ്ട് എന്താണ് നമ്മളെ ആൾക്കാർ ചോദിക്കല് നിങ്ങളെന്താ വീഡിയോ എടുക്കാത്ത? നമ്മള് വീഡിയോ കാണുന്ന എല്ലാരും ചോദിക്കല്ലേ നിങ്ങളെന്താ ഗ്ലോബ് അല്ല വ്ലോഗ് എന്താ ഇടത്തെ ഇതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് എല്ലാരും അടിയോടടി. വേറെ സംഭവം കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവം പറഞ്ഞാ, കഴിഞ്ഞ ആഴ്ച ആദ്യമോനും സാധനം ഒക്കെ ഉള്ള സമയത്ത് ഇതേമാതിരി വ്ളോഗ് എടുത്ത് നല്ലപോലെ ഞാനും വെളും കൂടെ ഒരു 4-5 മിനിറ്റിന്റെ ഒരു ഫസ്റ്റ് കട്ടിങ് എടുത്ത് വ്ളോഗ് സ്റ്റാർട്ടൊക്കെ ചെയ്ത് ഇവനെ പോയിട്ട് വിളിക്കുന്ന വീഡിയോ വരെ എടുത്ത് ഇവൻ നീച്ചിട്ട് ഇപ്പൊ എന്താ പറയാ അവിടെ തന്നെ വീണ്ടും കിടന്നു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഓൾറെഡി പറഞ്ഞതാ. നിർത്തട്ടെ. ഇനി ഞാൻ കാര്യമാട്ടെ, ഇതിലൊരാളൊന്നും ഉണ്ടണില്ല. ഇതാണ് അവസ്ഥ, ഇതാണ് അവസ്ഥ. ഞാൻ ഒരു കാര്യം പറയട്ടെ, വർത്താനം പറയാൻ ഒരു ഗ്യാപ്പ് എടുക്കണോ? അല്ല ഇങ്ങനെ പറഞ്ഞോണ്ട് ഫുള്ളായിട്ട് ഇജ്ജെന്നെ പറഞ്ഞാൽ എങ്ങനാ ഒരു ഗ്യാപ്പ് പറയട്ടെ. ഞാൻ പറഞ്ഞില്ല അതിന്റെ ഇടയില്. അടുക്ക് ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന ഇടയിൽ ഇജ്ജി പറയണ്ട്, ഇപ്പച്ചി പറയണ്ട്, കുഞ്ഞാ പറയണ്ട്. അതിന്റെ ഇടയിൽ എന്താ ഇപ്പച്ചിക്ക് പറഞ്ഞാലേ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങള് പൊട്ടന്മാരാ, ഇങ്ങനത്തെ കട ഫസ്റ്റ് വ്ലോഗ് ഇടണ്ടി. ഇങ്ങനെ തന്നെ അല്ല നമ്മളല്ല കാര്യം പറഞ്ഞു അടിച്ച് നോക്കിയില്ലേ? നല്ല അടിച്ചിട്ടുണ്ടോ? നെഗറ്റീവാ വരാ. ഞാൻ ആദ്യമേ പറഞ്ഞുതരാം, അതല്ല ഫസ്റ്റ് കച്ചറ എല്ലാം ഇടണ്ടി. അടുക്ക് കാരണം പറയണം നമ്മളെന്താണ് അതിൽ ഇങ്ങനെയല്ല പറയണ്ടി, നല്ല ഡീലാ പറയണ്ടി. അത് സാരല്ല, കച്ചറ എല്ലാം ഇത് ഇങ്ങനത്തെ കച്ചറ. ഇത് നമ്മളത് കച്ചറല്ലല്ലോ, നമ്മള് കാര്യം പറയല്ലേ. ഇത് കച്ചറന്നാ വിചാരിക്കുള്ളൂ. എല്ലാവരും പോയി. അതിന് വേറൊന്നുണ്ട്, ഞാൻ വീഡിയോയിൽ വരൂല. ഞാനില്ല എന്റെ ഉമ്മന്റെ പണിയൊക്കെ. എന്റെ ഉമ്മ വീഡിയോ എടുക്കുമ്പോ ഇത് കണ്ട നിക്ക്, ഇമ്മ വീഡിയോ എടുക്കുമ്പോ ഈ വീട് കുടിച്ച് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. അതെന്തിന്? അതെന്തിനാ? അതെന്തിനാ? ഡയലോഗ് വീടാ ബൈക്കോണ്ട് ഇപ്പച്ചി എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പറയും ഇനി മുതലേ ആ വീഡിയോയിൽ വരില്ല, ഇനി വീഡിയോയിൽ വരില്ല. എന്നിട്ട് പുറത്ത് മീൻ വെക്കാൻ പോയി കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ആരെങ്കിലും ഒക്കെ ടോപ്പിലാക്കി പറയും നമ്മൾക്ക് ഇനി എന്ന് വീഡിയോ എടുക്കണം കേട്ടോ, നമ്മൾ ഇനി എന്ന് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും പറയില്ല. കഴിഞ്ഞ ആഴ്ച കൂടി പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ അവരുടെ ഇമ്മച്ചിയാ ഇപ്പച്ചി പറയില്ലമ്മ. പിന്നെന്താ എല്ലാരും പറയും പുറത്ത് പോയാണ്ട് നമ്മള് അടിപൊളി അല്ല ഇങ്ങനെയുള്ള എന്താ അല്ല ഇപ്പൊ വീഡിയോ ഒന്നും കാണില്ല, നിങ്ങളെന്താ വീഡിയോ എടുക്കാത്ത, നിങ്ങൾ വീഡിയോ എടുക്കാറുണ്ട് ഇപ്പച്ചി എന്താ പറയും നമുക്ക് ഇനി എല്ലാ ആഴ്ച വീഡിയോ കേട്ടോ, എപ്പോഴും വീഡിയോ പുതിയ കണ്ടന്റ് എടുക്കണം കേട്ടോ, എന്നിട്ട് എവിടെന്നെങ്കിലും ഫേസ്ബുക്കിൽ നിന്നൊക്കെ വേറെ സാധനം കിട്ടും, എന്നിട്ട് നമുക്ക് ഇത് ചെയ്യണം കേട്ടോ, ഇമ്മച്ചിനെ വെച്ച് അത് ചെയ്യണം കേട്ടോ പറയും. നോക്കി ഇന്നോടന്നെ കുറെ കാര്യം പറയണേ. ഇങ്ങോട്ട് ഇരിക്കണൊക്കെ ഒരാള് ഇങ്ങോട്ടാക്കി ഇമ്മച്ചി ഊട്ടിക്കാ പോണം പൊതച്ചിട്ട്. അയ്യേ നമുക്ക് കൊണ്ടോട്ടിക്കല്ലേ പോണ്ടേ? ശേ ഇനി പോയി കൂടെ പോവാ, പഠിക്കൽ കൂടെ കയറിയാന്നില്ലപ്പാ. അപ്പൊ നമ്മള് പോണത് കച്ചറി നാട്ടെ കഴിഞ്ഞിട്ട് നമ്മളിന്നൊരു കല്യാണത്തിന് പോണ്. ലൊക്കേഷൻ ലൊക്കേഷൻ അല്ല ഇതുവരെ ഇത് നമ്മളെ ഇൻസ്റ്റയിൽ ഒരാള് നമ്മളെ നമ്മളെ ഏത് കല്യാണത്തിനാ പോണെന്ന്
നമ്മളിതുവരെ നമ്മളിതുവരെ കാണാത്ത ഒരാളെ ഇൻസ്റ്റയില് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കൊറേ പ്രാവശ്യം വിളിച്ചു. ഇന്നലെ വരെ വിളിച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ലൊക്കേഷൻ അതോടെ വെക്ക് പറയും. നമ്മളെ ഇൻസ്റ്റയില് വീഡിയോ കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഫാമിലി വിളിച്ചാണ് നമ്മള്. കല്യാണം കൊറേ വിളിച്ച് നിർബന്ധമായിട്ടും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഏതായാലും അവരെ കല്യാണത്തിന് കൂടിയിട്ടേ ഇനി ബാക്കി. അവർക്കൊരു സന്തോഷമാട്ടെ നമ്മുടെ ഫാമിലി എല്ലാരും വിളിച്ചു. ഇമ്മച്ചിന്റെ സൈലന്റ് ബ്ലോഗ് കേട്ടോ. ഇമ്മച്ചിക്കായിട്ടൊരു വ്ളോഗ് എടുക്കണം, സൈലന്റ് വ്ളോഗ്. ഒന്നും പറയില്ലടാ, നല്ല വലിയ ഡയലോഗ് ഒരു പെരയിലിരുന്ന് കൊണ്ട് അങ്ങനെ ആന കുതിര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെങ്ങോട്ട് വെട്ടും ചെയ്യാം. നമ്മളെന്ത് പറഞ്ഞു കൊടുത്താലേ പറ്റൂല. നല്ല പിന്നെ നമ്മള് പിണങ്ങാൻ എന്ത്, നമ്മള് പിണങ്ങൂല. എന്റെ മുത്താണ് ഞാൻ ഓടുന്ന് പിണങ്ങാൻ. ചായയിൽ അതിലൊരു കട്ടറും പാവുണ്ടെന്ന് ഒരു സംശയം. നമ്മക്ക് നിങ്ങൾ ആരും കട്ടറുമ്പല്ല. നമ്മക്ക് നിങ്ങൾ ആരും കട്ടുമടി അല്ലല്ലോ. ആ പിന്നെന്താ അല്ലേ, നമുക്കൊരു കുഴപ്പമില്ല. ഒരു നന്നായി ഇവല് നന്നായി ചക്കരയായിട്ടാണ്. പക്ഷെ നമ്മളവിടെ പുറത്തുണ്ടാവും. നിങ്ങൾ ആരും പുറത്താക്കൂല. നിങ്ങൾ എന്താ പറയാ, കാണി പോകും. അതാണ് വലിയ സൈക്കിൾ. ഞാന് 5 ഇഞ്ചിന്റെ ആട് എന്തായാലും DNA ഒരാളതല്ലേ. ഇങ്ങക്കിട്ട കുത്തിയത് അതന്നെ മനസ്സിലായി. DNA ഒരാളുണ്ടായാലും ആണി അമർത്തനാരാണ്. ഞാൻ വേറെ DNA ആയതുകൊണ്ട് ഞാൻ തീ വിടൂല. ആയിക്കോട്ടെ. DNA ടെസ്റ്റിന്റെ കാലല്ല DNA എന്ന് പറഞ്ഞത് എനിക്കറിയില്ല ചേച്ചി. ഞാൻ അത്ര ബുദ്ധി ഇല്ലാതല്ല ജീവിക്കുന്നത്. നമ്മക്ക് എന്ത് ചൂടാ, നമ്മള് വല്ല സംസാരിക്കാം. ഈ ഒരാളുടെ ഇവിടെ തൊള്ള തുറക്കൂല, ആവശ്യത്തിന് പറഞ്ഞ് മൂളന്നല്ലാതെ കാര്യങ്ങൾ പറഞ്ഞൂടെയോ. കാണിച്ചു തരാൻ പറ്റുമോ ആളെ? തുപ്പി കാണിച്ചരാ. വേണ്ടല്ലേ, ഞാൻ എന്നെ തുപ്പാൻ എത്താനായപ്പോ ഇപ്പഴെങ്കിലും തൊള്ള തുറന്നല്ല. ലൊക്കേഷൻ നോക്കട്ടെ. അവിടെ വെക്കാൻ പറഞ്ഞ സാലു. അല്ല ലൊക്കേഷൻ നോക്കിയില്ല. നമുക്കിനി കല്യാണ വീട്ടിൽ വെച്ച് കാണാം. ഓക്കെ, കല്യാണ വീട്ടിലെത്തി ചടക്കില്ല കേക്ക്. മൈക്ക് മൈക്ക് ഓരോ കാണിക്കും. ഇതാണ് നമ്മളെ വിളിച്ച ആൾക്കാര്. ഒരു ഹായ് കൊടുക്ക, ഒരു ഹായ് എടുത്താൽ ഹായ് കൊടുക്കി, അതവിടെ കൊടുക്ക. ഹായ് കണ്ടിട്ട് അങ്ങനെ നമ്മളെ വിളിച്ചോരാണിത്, കല്യാണത്തിന് വിളിച്ചേ. അപ്പോൾ ലാസ്റ്റ് നമ്മളിവിടെ എത്തി. നമ്മൾ ഫുഡ് കഴിക്കപ്പോൾ പോകും. ഫുഡിനാണ് വെയിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ കാണാൻ കേൾക്കാം. ഓക്കെ ബൈ. എന്നോട് ഒരു ഹായ് കൊടുക്കാൻ. കേട്ടില്ല. ഫോട്ടോ എടുക്കാൻ പോവാ. കഴിക്കാൻ പോവാ. കഴിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പോവും. അപ്പോൾ വാ ഫുഡ് കഴിക്കാം. തിന്നാൻ വിളിച്ചാൽ തിന്നണല്ലോ താനോ. പക്ഷെ എത്രക്കും തിന്നരുത്. ഒരു പ്രതീക്ഷയിൽ അവലെ വിളിച്ചിട്ടുണ്ടാവുക. കല്യാണം പെണ്ണ് 2 വാക്ക് പറയും. കുടിച്ചോ ഓണാക്കിയാ. അപ്പൊ ഗൈസ് കല്യാണം കഴിഞ്ഞ് നമ്മള് പോവാണ്. അപ്പൊ ഇപ്പൊ എന്നോട് സംസാരിക്കാന്
കല്യാണ പെണ്ണിൻ്റെ പെണ്ണോട് സംസാരിക്കണേ. കാര്യം പറഞ്ഞാൽ ഉള്ളത്തെ വിഷയം എടുക്കാത്ത അവിടെ ഫുള്ള് പാട്ടാണ്, കോപ്പി റേറ്റ് നല്ലത്, അതുകൊണ്ടാണ് ഇവിടെ എടുക്കാത്ത. കുറച്ച് 2-3 ക്ലിപ്പ് ഉണ്ട്, അത് ആഡാക്കും. പിന്നെ ഇവിടെ എത്തി നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്, വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ കാറെടുത്ത് ഇങ്ങനെ പോവാണ്. ഇതാ നമ്മളെ ഇത്ര ഉള്ളു. ഇപ്പച്ചി അതവിടെ അതാ വരുന്നുണ്ടാ, ഇപ്പച്ചി വരുന്നുണ്ടാ, നടന്നു വരുന്നു നമ്മളെ കൂട്ടത്തിലെ കൊമ്പൻ. അങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ പെണ്ണിന്റെ അടുത്ത് ഭയങ്കര പറയണ തരാം. ഇപ്പൊ നിങ്ങളെ വീട് അടിപൊളിയായിട്ട് അടിപൊളിയാണ്, ചെട്ടിപ്പിടിക്ക് എത്തണ്ട. പോകുമ്പോ ചേളാരി കഴിഞ്ഞ് തയ്യലക്കോട് കഴിഞ്ഞ് കൂട്ടുമ്പൊച്ച് അടുത്ത് അങ്ങോട്ട് പോകണ്ട. അവിടെ ഇനി ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന, അങ്ങോട്ട് താമസാക്കി പുതിയ വീടൊക്കെ വെച്ച് ഇങ്ങോട്ട് താമസാക്കി സപ്പോർട്ട് ചെയ്യും. വീഡിയോയില് ഷർട്ട് ഇല്ല, ഇപ്പൊ ഷർട്ട് ഉണ്ട്, അതാ വ്യത്യാസം. ഇവിടെ ഞാൻ ഉണ്ടല്ലോ, അപ്പൊ നല്ല സത്യാണ് ഇതൊക്കെ ആ ചെക്കൻ പറയണേ, നിങ്ങൾ വീഡിയോ കാണുന്ന മാതിരിയല്ലോ നേരിട്ട് കാണുമ്പോ എന്താ കുറച്ചുകൂടെ പ്രായം തോന്നിക്കണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും പറയില്ല. എന്താ ഉദ്ദേശിച്ചത് അറിയില്ല. ഒന്നും കൂടി ടൈ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ സത്യാണ് പറഞ്ഞത്. ആരില്ലാത്ത ഒരു ദിവസം അവിടെ കൊണ്ട് കളയുന്നില്ല. കളയലല്ല, അവളെ കൊല്ലി പിടിക്കും ഞാൻ. അങ്ങനെ അപ്പൊ അങ്ങനെ ഞങ്ങള് കല്യാണത്തിന് പോയി, ഫുഡൊക്കെ കഴിച്ചു, അടിപൊളി കേട്ടോ. ഒരു സുഖം ഓളമ്മക്ക് ഇന്ത്യയിലേക്കുള്ള ചടപ്പാ, വല്ല അമ്മമാർക്ക് അങ്ങനെ തന്നെ. കേട്ടോ അത് കട്ട കണിട്ടോ എല്ലാം പറയാൻ കട്ടാക്കൂല, പറഞ്ഞതൊന്നും ഇനി കട്ടാക്കൂല. അതല്ല അത് ഇതാവും. അത് കുറച്ചുണ്ടാവുള്ളൂ, അത് കട്ടാക്കി അല്ല എന്റെ മൈൻഡിലുള്ള ചടപ്പുണ്ട്, മുന്നേക്ക് വർത്തനം പറയാനൊക്കെ. എന്തിനു അടുപ്പ് എടുത്തിട്ടില്ലല്ലോ, ചടക്കിയല്ലോ എല്ലാരും സെൽഫി എടുക്കാൻ. പക്ഷെ അവളെ വിളിച്ച പെൺകുട്ടിനല്ലോ, ഓളെന്തോ നമ്മളൊരു റിലേറ്റീവ് മൈൻഡിൽ തന്നെ അവള് ട്രീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് തോന്നുന്നില്ലേ വേറെ പരിപാടിക്ക് എന്തായാലും ഫീൽ ആവും. എന്തല്ലേ സാനുമോളോടെ വന്നില്ലേ അങ്ങനെ വിളിക്കാം. സാലു 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 എന്നല്ല ഓലും വിളിക്കാൻ തന്നെ. എന്താ അത് വീഡിയോ കണ്ടിട്ട് വേറെ സാലു എന്നല്ല എല്ലാരും പറയുന്നത്. നിങ്ങളൊക്കെ അതിനോട് കണ്ട് ചെറിയ കുട്ടികളെ സെൽഫി എടുക്കണം. ആ ബാക്കിൽ നിന്ന് വന്ന് എടുത്തതോ? അവിടെയുള്ള എല്ലാരും നോക്കിണ്ട്, അതാണ് വേണ്ടത്. നമുക്കില്ലേ കൊറേ നമുക്ക് എന്തോ പോലെ തോന്നുന്നു. ഒന്നും തോന്നൂല. എന്തിനെന്താ നല്ല വിങ്ങലുണ്ട്, ഗ്ലാസ് വെക്കാണ്. ഞാൻ കെട്ടിപ്പിടിച്ചിരുന്നല്ലോ. ഈ ചൂടത്ത് പൊയിഞ്ഞിട്ട് പോവേ ഇല്ല. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തണുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തണുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്ത് കുളിക്കാം അല്ലേ? അതല്ല അതല്ല പിന്നെ കുറച്ച് ചൂടായതിന്റെ വേറെന്താ പറഞ്ഞേക്കാ ഒരു ഓർമ്മ എന്താ കാര്യ പൈസ തരണേന് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപ്പച്ചിക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. നമ്മളെ ആലോചിക്കണം, നമ്മള് ഉമ്മച്ചിന് കൊണ്ടിടില്ലല്ലോ. ഉമ്മച്ചി അടുത്ത ഞായറാഴ്ച ഒരു പരിപാടിയിലല്ല നമ്മള് കേറുന്നു വയനാട്ടിലോട്ട്. ആരാ? ഓ ഡാർക്ക്. അതിന്റെ പിറ്റേന്ന് ഞായറാഴ്ച ആ സ്ഥലം കഴിഞ്ഞ് പോവേ കഴിഞ്ഞില്ലമ്മ. അവിടെ ചൂടാവൂ, നല്ല ചൂടാവും. ഇറങ്ങണമ്മാ, പോയേക്കല്ലോ എന്തായാലും. ഞാൻ അവിടെ എത്തിയിട്ട് കാണല്ലേ വാവേ? 4 മാസത്തിനുള്ളൂ. 4 മാസത്തിന് മൂത്തേച്ചി ഒന്നല്ല. 10 രൂപ തീരിട്ട് കൊടുത്താളാ.
ഞാൻ താത്താന്ന് വിളിക്കും. ഏയ് ഇന്നെ താത്ത വിളിക്കണ്ട. അല്ലല്ല എന്റെ കാക്ക തള്ളാന്ന് പറഞ്ഞിട്ട്. ഇനി ഞാൻ പറയാം, ഞാൻ ഇനി ഷാഹിൽ താത്താന്നാ വിളിച്ചോളൂ. നേരത്തെ സാനു ഷാഹിൽ താത്ത സായിൽത്തെ. ഷാഹിൽ താത്ത വേറെന്തോ ഷാഹിൽ താത്ത. മിന്നു താത്ത മിന്നു താത്ത അയ്യ, അത് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. യാമി താത്ത പക്ക പോട്ട്. ഷാഹിൽ താത്ത സായിലെത്താത്താന്ന് വിളിച്ചാൽ മതി. വിളിക്ക്. ഷായല്ലേ വിളി. ഷാഗു ഞാൻ വിളിക്കല്. ഞാനാ വിളിക്കാം ഷാ. എന്നാലും ഞാൻ ഇനി ഷാത്ത അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ കല്യാണം എല്ലാവരും കഴിഞ്ഞ് ഓരോ പേരിടും. വീട്ടിലെത്തി. ഇത്രേ ഉള്ളൂ. നമുക്ക് ഷെഡിക്കള്ളം ഷോർട്ടാക്കിയിട്ട് അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. കുറച്ച് വ്ളോഗ് എന്തൊക്കെയോ എടുത്തിക്കണ്, എന്താണെന്ന് അറിയില്ല. എന്തായാലും അവിടെ തട്ടിവിട്ട് ഒരു ജോയിൻ്റ് ആക്കിയിട്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നമ്മളെ വീഡിയോക്ക്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗാണ്. ഇനി നിരന്തരമായിട്ട് ഇടാനുള്ള ഇത് വരട്ടെ. നിരന്തരമായിട്ടുള്ള നോമിനെ ഡെയിലി വ്ളോഗ് ഉണ്ടാവും. അടിപൊളിയാക്കണം നമുക്ക്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ശരി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അറിയില്ല. സബ്സ്ക്രൈബ് അല്ല. അപ്പോൾ എല്ലാവരും ആരൊന്നും ചെയ്യണ്ട അല്ലേ സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലടിക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ. ബൈ. ശരി, ബൈ പറഞ്ഞാൽ ബൈ. അതല്ല സബ്സ്ക്രൈബ്. അറിയില്ല. സർപ്രൈസ് സബ്സ്ക്രൈബ് സർപ്രൈസ്. ഓലല്ലേ പറഞ്ഞു. അത് നിങ്ങളെ കഴിയൊക്കെയാണ്. അപ്പോൾ ശരി ബൈ.